വയനാട്ടിൽ വനംവകുപ്പ് ജീവനക്കാരന് നേരെ കടുവയുടെ ആക്രമണം. തോൽപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർ ചേകാടി സ്വദേശി വെങ്കടദാസിനെയാണ് കടുവ ആക്രമിച്ചത്. തോൽപ്പെട്ടി അരണപ്പാറയിൽ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വെങ്കടദാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തോൽപ്പെട്ടി വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രദേശവാസികൾ രാവിലെ പ്രതിഷേധ മാർച്ച് നടത്തും. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, എങ്ങനെയുണ്ട് ഈ വനംവകുപ്പ് ജീവനക്കാരന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ഒപ്പം ഈ പ്രതിഷേധ മാർച്ചിലേക്ക് കടക്കുകയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ വയനാട് തോൽപ്പെട്ടി അരണപ്പാറയിൽ വനംവകുപ്പ് വാച്ചർക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇയാൾ ഒരു താൽക്കാലിക വാച്ചറാണ്. അരണപ്പാറയ്ക്ക് സമീപം പള്ളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് കാവലിനായി പോയ സമയത്ത് കടുവ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് നേരെയാണ് ചാടിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വെങ്കടദാസിനെ മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തലയ്ക്ക് ഇന്നലെ 40ഓളം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മാനന്തവാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നതിനെ മാനന്തവാടി ഗവൺമെന്റ് ആശുപത്രിയിലെത്തിയ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം വകുപ്പ് വാച്ചർക്ക് ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞായിരുന്നു നേരെ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇന്ന് തോൽപ്പെട്ടി വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ 10 മണിയോടുകൂടി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. ഒരാഴ്ച ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. പ്രദേശവാസികൾ പലരും കണ്ടിരുന്നു. എന്നാൽ കൂടുവയ്ക്കാനോ ക്യാമറകൾ സ്ഥാപിക്കാനോ വനം വകുപ്പ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഈ വെങ്കടദാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിദഗ്ധ ചികിത്സ അവിടെ നൽകുന്നുണ്ട്. തലയോട്ടിക്ക് പൊട്ടലുണ്ട്. അതോടൊപ്പം തലയിൽ ഇന്നലെ തന്നെ 40ഓളം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യനില ഇന്നലെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഏതായാലും കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടാകുമെന്നാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രുതി, ദീപക്, ഒരാഴ്ചയായിട്ട് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. അതിനായിട്ടുള്ള നടപടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നത്? കാരണം ഒരാളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ. ശ്രുതി, വയനാട് കർണാടക അതിർത്തിയോട് കിടക്കുന്ന പ്രദേശമാണ്. അതോടൊപ്പം തോൽപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് മേഖലയിൽപ്പെടുന്ന വനമേഖലയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെയും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ കാപ്പിത്തോട്ടങ്ങളുണ്ട്. നേരത്തെ വനം വകുപ്പ് ഇവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ മേഖലയിൽ കൂടുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വലിയൊരു ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചിരുന്നു. കാരണം ചെങ്കുത്തായ പ്രദേശമായതുകൊണ്ട് തന്നെ ആ മേഖലയിലൊന്നും കൂടുകൾ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് വനം വകുപ്പ് കൂടുതലും കടുവയെ കാണുന്ന സമയത്ത് കൂടുതലും തുരത്തി കർണാടക വനത്തിലേക്ക് വിടാറാണ് പതിവ്. പക്ഷെ ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് ഇന്നലെ രാത്രി 7:30 ഇരുട്ടായതിനാൽ തന്നെ ഈ കടുവ നിൽക്കുന്നത് വനം വകുപ്പ് ജീവനക്കാർ കണ്ടില്ല. വെങ്കടദാസിന്റെ കൂടെ മറ്റൊരു വാച്ചർ കൂടി ഉണ്ടായിരുന്നു. ഇയാളാണ് കടുവ ആക്രമിച്ചത് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. ഇന്നലെ രാത്രി ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തും കടുവയാണോ പുലിയാണോ എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ മുറിവുകളുടെ ആഴം നോക്കിയും മുറിവിന്റെ ഗുരുതരാവസ്ഥ നോക്കിയുമാണ് കടുവയാണെന്നുള്ള കാര്യം ഇന്നലെ ഉറപ്പിച്ചത്. ഏതായാലും ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകും. വയനാട്ടിൽ വനം വകുപ്പ് ജീവനക്കാരന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. തോൽപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർക്ക് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.